ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 16-ാം അധ്യായം 2-ാമത് വാക്യം. ഞാൻ ഈ വക പലതും കേട്ടിട്ടുണ്ട്, നിങ്ങൾ എല്ലാവരും വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാർ എന്നോർപ്പിക്കുകയാണ്. ഇയ്യോബിൻ്റെ ജീവിതത്തിനകത്ത് താൻ അനുഭവിക്കേണ്ടി വന്ന ദുഃഖങ്ങളുടെയും വേദനകളുടെയും നടുവിൽ തൻ്റെ സമീപത്തേക്ക് കടന്നു വന്ന പലരും വാക്കുകൾ കൊണ്ട് തന്നെ ആശ്വസിപ്പിക്കുവാനായിട്ട് നോക്കി എങ്കിലും ആ വാക്കുകളൊക്കെയും ഇയ്യോബിൻ്റെ ജീവിതത്തെ അധികം വ്യസനത്തിലേക്കാണ് കൊണ്ടുപോയത് എന്ന് ഓർപ്പിക്കുകയാണ്. 36-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാമത്തെ വാക്യം പറയുന്നത്, അവൻ്റെ വായിലെ വാക്കുകൾ അകൃത്യവും വഞ്ചനയും ആകുന്നു. ബുദ്ധിമാനായിരിക്കുന്നതും നന്മ ചെയ്യുന്നതും അവൻ വിട്ടുകളഞ്ഞിരിക്കുന്നു. പല വാക്കുകളും അകൃത്യവും വഞ്ചനയും നിറഞ്ഞതാകുകയും സ്വയം ബുദ്ധിമാനാകുവാൻ പരിശ്രമിച്ചുകൊണ്ട് പറയുന്നതായ വാക്കുകൾ കേൾവിക്കാരായ ആളുകൾക്ക് വ്യസനമുളവാക്കുന്നതും ആ തലങ്ങളിൽ അവരെ നൊമ്പരപ്പെടുത്തുന്നതുമായിത്തീരും എന്നോർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ ഇയ്യോബിൻ്റെ ജീവിതത്തിനകത്ത് അനവധിയാകുന്ന കഷ്ടതയുടെ നടുവിലൂടെ താൻ കടന്നു പോകുമ്പോൾ തൻ്റെ സമീപത്തേക്ക് കടന്നു വന്നിരിക്കുന്ന സുഹൃത്തുക്കളുടെ, സ്നേഹിതരുടെ ചിന്ത എന്താണെന്ന് ചോദിച്ചാൽ, ഏതു വിധേനയും ഇയ്യോബിനെ ആശ്വസിപ്പിക്കണം എന്നുള്ളതാണ് അവർ ആഗ്രഹിച്ച് സംസാരിച്ചതെങ്കിലും അവരുടെ വാക്കുകളൊക്കെയും ഇയ്യോബിൻ്റെ ഹൃദയത്തെ അധികമായി വ്യസനിപ്പിക്കുകയും മുറിപ്പെടുത്തുകയും ചെയ്യുകയാണുണ്ടായത് എന്ന് താൻ തന്നെ വ്യക്തമാക്കുകയാണ്. നാം ഈ ഭൂമിയിലേക്കൊന്ന് നോക്കുകയാണെങ്കിൽ വേദനയോടും സങ്കടത്തോടും കൂടി ഇരിക്കുന്ന ആളുകളുടെ അരികിലേക്ക് കടന്നു വന്ന് അവരുടെ ആശ്വാസത്തിനു വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഓർപ്പിച്ചുണർത്തുന്നതായ പല വാക്കുകളും അവരുടെ ഹൃദയത്തെ പിന്നെയും ആഴമായി മുറിപ്പെടുത്തുന്നു എന്നുള്ള വസ്തുത നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഒന്നുകൂടി വ്യക്തമാക്കി ഓർപ്പിച്ചാൽ, വേദനയുടെ നടുവിലൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യനോട് സംസാരിക്കുമ്പോൾ വളരെ ആലോചിച്ചും പ്രാർത്ഥിച്ചും അവരോട് സംസാരിക്കേണ്ടതുണ്ട്. നമ്മുടെ വാക്കുകൾ ഒരിക്കലും നൊമ്പരപ്പെട്ടിരിക്കുന്നവൻ അധികം വ്യസനത്തിന് കാരണമായി തീരരുത്. അതവർക്ക് ആശ്വാസവും സമാധാനവുമായി തീരണമെന്നുള്ള ആശയോടും ആഗ്രഹത്തോടും കൂടി ആവേണം നാം സംസാരിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ ചരിത്രത്തിൻ്റെ ഏടുകൾ പരിശോധിച്ചാൽ മറ്റുള്ളവരുടെ വാക്കുകൾ പലപ്പോഴും നമ്മളെ വ്യസനിപ്പിക്കുന്നതാകുന്നു എങ്കിലും അത്യുന്നതനായ ദൈവത്തിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ വചനമാണ് നമുക്ക് ആശ്വാസം നൽകുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്
നമ്മുടെ ഹൃദയത്തിന് ആശ്വാസം നൽകുന്ന ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ആത്മാവുള്ളവരുടെ വാക്കുകളും കേൾക്കേണ്ടതിന് നമ്മെ സമർപ്പിക്കുന്നവരായി തീരാം. അതിന് സർവശക്തിയുള്ള ദൈവം എന്നെ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും കൃപ നൽകട്ടെ. കരുണയുള്ള ദൈവമേ, ആശ്വസിക്കുവാൻ വകയില്ലാതിരിക്കുന്ന നൊമ്പരപ്പെട്ടിരിക്കുന്ന ആളുകളെ വ്യസനിപ്പിക്കുന്നവരായിട്ടല്ല, അവർക്കധികം ആശ്വാസം വരുത്തുന്ന വാക്കുകൾ പറയുന്നവരാക്കി ഞങ്ങളെ തീർക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.